ഏറ്റവും പുതിയ ഒരു വാർത്തയിലേക്ക് നമ്മൾ ആദ്യം കടക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഫണ്ട് ദുർവിനിയോഗം ചെയ്ത കായിക താരം ബോബി അലോഷ്യസിന് എം ശിവശങ്കറിന്റെ വഴിവിട്ട സഹായം ലഭിച്ചതായി രേഖകൾ വ്യക്തമാക്കുന്നു. കരാർ ലംഘനം നടത്തിയ ബോബി അലോഷ്യസിനെ സ്പോർട്സ് കൗൺസിലിൽ എത്തിച്ചത് അന്ന് യുവജന കായികക്ഷേമ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറാണ്. ശിവശങ്കർ 2013 യുവജന കായിക വകുപ്പ് സെക്രട്ടറി ആയിരിക്കെയാണ് ഈ വഴിവിട്ട സഹായം നൽകിയിരിക്കുന്നത്. അതിന്റെ പൂർണ്ണ രേഖകൾ 24-ന് ലഭിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് VA ഗിരീഷ്, ഡൽഹിയിൽ നിന്ന് R രാധാകൃഷ്ണൻ, ഇരുവരും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പൂർണ്ണ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഗിരീഷ്, സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൽ നിന്നും കേന്ദ്ര സർക്കാരിന്റെയും ഫണ്ടിൽ നിന്ന് ഏതാണ്ട് 49 ലക്ഷം രൂപ വാങ്ങിയ ശേഷമാണ് ബോബി അലോഷ്യസ് എന്ന കേരളത്തിലെ കായിക താരം വിദേശ പഠനത്തിന് വേണ്ടി പോയത് 2003. അതിനുശേഷം പഠനം പൂർത്തിയാക്കി 2007 കേരള സ്പോർട്സ് കൗൺസിലിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായി റീജോയിൻ ചെയ്യേണ്ടയാളായിരുന്നു ബോബി അലോഷ്യസ്. പക്ഷേ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, ദുർവിനിയോഗം നടത്തി എന്ന ആക്ഷേപം നേരിടുകയും ചെയ്തു. അതിന്മേൽ പരാതിയും പിന്നീട് വിജിലൻസ് അന്വേഷണവും ഉണ്ടായി. എന്താണ് ഇതിനിടയിൽ സംഭവിച്ചത്? എവിടെയാണ് യുവജന കായിക വകുപ്പ് സെക്രട്ടറി എം ശിവശങ്കരൻ ഈ കേസിൽ ഇടപെട്ടത്? എന്താണ് അതിന് നമ്മുടെ മുന്നിലുള്ള തെളിവുകൾ? ഗോപി, ഇക്കാര്യത്തിൽ 2003 ഗോപി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ 2003 ബോബി അലോഷ്യസ് ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്. ഇതിനുശേഷം ഇവരുമായി കേരള സ്പോർട്സ് കൗൺസിൽ ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരം, കരാർ പ്രകാരം 2007 മുതൽ 2008 ഈ വർഷങ്ങളിൽ കേരള സ്പോർട്സ് കൗൺസിലിൽ തിരിച്ചെത്താമെന്നും അതോടൊപ്പം തന്നെ കേരള സ്പോർട്സ് കൗൺസിലിൽ ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തോളാമെന്നും ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികളെ, കുട്ടികളെ പരിശീലിപ്പിക്കാം എന്നുമായിരുന്നു ഈ കരാർ. എന്നാൽ ഈ കരാറിൽ നിന്നൊക്കെ മാറി 2007-2008 ഇവർ തിരിച്ചെത്തിയില്ല. തുടർന്ന് നിരവധി തവണ കേരള സ്പോർട്സ് കൗൺസിൽ ഇവർക്ക് കത്തയച്ചു. ഈ കത്തിനും അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരിൽ നിന്നും തുക തിരിച്ചു പിടിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനും കേരള സ്പോർട്സ് കൗൺസിൽ തീരുമാനിച്ചത്. ഈ നടപടികളുമായി സ്പോർട്സ് കൗൺസിൽ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് 2011 ഇവർക്ക് ആദ്യമായി നിയമനം ലഭിക്കുന്നത്. 2011 സമയത്ത് UDF സർക്കാർ അധികാരത്തിൽ വരികയും എം ശിവശങ്കർ സ്പോർട്സ് യുവജന വിഭാഗത്തിന്റെ സെക്രട്ടറിയായി വരികയും ചെയ്തു. ഈ ഒരു കാലയളവിൽ 13/10/2011 ഇവർക്ക് സ്പോർട്സ് കൗൺസിലിൽ നിയമനം നൽകിക്കൊണ്ടുള്ള കത്ത് അല്ലെങ്കിൽ ഉത്തരവ് പുറത്തു വരുന്നത്. ഇതിന് സ്പോർട്സ് കൗൺസിലിന്റെ ഈ തീരുമാനം അന്നത്തെ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ അംഗീകരിക്കുകയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സ്പോർട്സ് കൗൺസിൽ തീരുമാനിക്കുകയും ഇതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിനിടയിലാണ് ഇവർക്ക് ഇത്തരത്തിൽ നിയമനം നൽകിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവശേഷിക്കുന്നത്, ഗിരീഷ് പറഞ്ഞതുപോലെ 2003 ബോബി അലോഷ്യസ് വിദേശത്ത് പഠിക്കാൻ പോകുമ്പോൾ കേരളം പ്രതീക്ഷിച്ചിരുന്നത് കേരളത്തിലെ അത്ലറ്റുകളുടെ വികസനത്തിന് വേണ്ടി, അത്ലറ്റിക് രംഗത്ത് കേരളത്തിനൊരു കുതിച്ചുചാട്ടം നടത്താൻ വേണ്ടിയുള്ള പരിശീലനങ്ങളും അതോടൊപ്പം തന്നെ വിദേശത്ത് നിന്ന് പഠിച്ചിട്ടുള്ള പാഠങ്ങൾ കേരളത്തിൽ നടപ്പാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കേരള സ്പോർട്സ് കൗൺസിലിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ടെക്നിക്കലായി ബോബി അലോഷ്യസിനെ നിയമിക്കാനുള്ള തീരുമാനമെടുത്തത്. 2003 അവർ വിദേശ പഠനത്തിന് പോകുന്നു. അതിനുശേഷം അവർ പിന്നീട് മടങ്ങി വരുന്നത് പിന്നീട് ഈ വകുപ്പിലേക്ക് മടങ്ങി വരുന്നത്, കേരള സ്പോർട്സ് കൗൺസിലിലേക്ക് മടങ്ങി വരുന്നത് 2013 ഏതാണ്ട് 10 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇതിനിടയിലാണല്ലോ യുവജന കായികക്ഷേമ വകുപ്പ് സെക്രട്ടറി എം ശിവശങ്കറിന്റെ ഇടപെടൽ. അതെങ്ങനെയാണ് ഒരു വഴിവിട്ട സഹായം എന്ന് നമുക്ക് പറയാൻ കഴിയുക? ഗോപി, ഇക്കാര്യത്തിൽ തന്നെ ഇവർ സ്പോർട്സ് കൗൺസിലുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു. സ്പോർട്സ് കൗൺസിലിന്റെ പക്കൽ നിന്ന് ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് ഉപരിപഠനത്തിന് പോകുന്നു. ഇവരെ ഉപരിപഠനത്തിന് അയക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ സാമ്പത്തിക സഹായം നൽകി ഉപരിപഠനത്തിന് അയക്കുമ്പോൾ സ്പോർട്സ് കൗൺസിലിന്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെയും ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് അവിടെ നിന്നും പഠിച്ച പാഠങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പരിചയ സമ്പത്ത് ഇവിടുത്തെ യുവജനങ്ങൾക്ക് പകർന്നു നൽകുക എന്നുള്ളത് തന്നെയായിരുന്നു. ഈ ഒറ്റ ഉദ്ദേശം തന്നെയായിരുന്നു സ്പോർട്സ് കൗൺസിലും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും ഉണ്ടായിരുന്നത്. ഇവരെ ഇതിനുവേണ്ടിയാണ് ഇംഗ്ലണ്ടിലേക്ക് ഉപരിപഠനത്തിനായി അയക്കുന്നതും. ഇതിനുശേഷം ഇവർ തിരിച്ചെത്തുമ്പോൾ സ്പോർട്സ് കൗൺസിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്തോളാമെന്നും ഇതിൽ ഈ രാവിലെയും വൈകുന്നേരവും കായിക താരങ്ങളെ പരിശീലിപ്പിക്കാമെന്നും ആയിരുന്നു ഇവരും സ്പോർട്സ് കൗൺസിലുമായി ഉണ്ടാക്കിയ ഒരു കരാർ.
ഈ കരാർ വ്യവസ്ഥകൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് 2007 ഇവർ തിരിച്ചെത്തിയില്ല എന്ന് മാത്രമല്ല, നിരവധി തവണ സ്പോർട്സ് കൗൺസിൽ അയച്ച റിമൈൻഡറുകൾക്ക് അല്ലെങ്കിൽ കത്തിന് മറുപടിയും നൽകിയില്ല. ഇതിന്റെ ഒടുവിലാണ് ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരിൽ നിന്നും ഇവർക്ക് നൽകിയ തുക 18% പിഴപ്പലിശ ഈടാക്കിക്കൊണ്ട് തിരിച്ചെടുക്കണം എന്നുള്ള നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്പോർട്സ് കൗൺസിൽ ഇതിനുള്ള നടപടികൾ തുടങ്ങുന്നത്. ഈ നടപടികൾ തുടങ്ങി, ഈ നിയമ നടപടികൾ തുടങ്ങി പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ ഇവരിൽ നിന്ന് തുക സ്വീകരിക്കുന്ന തിരിച്ച് ഈടാക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഇതിൽ സ്പോർട്സ് സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ ഇടപെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് ഇത്തരത്തിൽ ഇവരുടെ നിയമനം, ഇവരെ സ്പോർട്സ് കൗൺസിലേക്ക് നിയമിച്ചുകൊണ്ട് ഇവർ നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മറപിടിക്കുന്നു അല്ലെങ്കിൽ കുടപിടിക്കുക എന്നുള്ളൊരു രീതിയാണ് ശിവശങ്കർ സ്വീകരിച്ചത്. അതിൽ തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം ഒരു അതായത് ഗിരീഷ് പറയുന്നത് കരാർ ലംഘനം നടത്തിയ ബോബി അലോഷ്യസിന്റെ ഭാഗത്ത് നിന്നും ഈ തുക തിരിച്ചു വാങ്ങാതെ, അതായത് കരാർ ലംഘനം നടത്തുകയും അതുവഴി ഒരു നിയമലംഘനം നടത്തുകയും ചെയ്ത ബോബി അലോഷ്യസിനെ തിരികെ ഇതേ പദവിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വഴിവിട്ട സഹായം എം ശിവശങ്കറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എം ശിവശങ്കർ മറ്റൊരു പ്രധാനപ്പെട്ട കേസിൽ അകപ്പെട്ടു കിടക്കുകയാണ്. അതായത് അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അദ്ദേഹം അകപ്പെട്ടു കിടക്കുകയാണ്. അദ്ദേഹത്തെ കസ്റ്റംസും അന്വേഷണ ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ യാദൃശ്ചികതയാകാം, പക്ഷേ ഈ ബോബി അലോഷ്യസ് ആ സമയത്ത് ഉണ്ടായിരുന്നത് കസ്റ്റംസിലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കസ്റ്റംസിലായിരുന്നു ബോബി അലോഷ്യസ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് കേരള സ്പോർട്സ് കൗൺസിലിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ടെക്നിക്കൽ എന്ന പദവിയിലേക്ക് അവർ എത്തുന്നത്. അപ്പോൾ ഈ കാലയളവിൽ, അതായത് 2003 അവർ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി വിദേശത്ത് പോകുന്നു. പിന്നീട് തിരികെ അവർ എത്താൻ ശ്രമിക്കുന്നത് 2013 ആ സമയത്ത് എവിടെയായിരുന്നു അവർ? എങ്ങനെയാണ് അവർ ഈ പദവിയിൽ നിന്ന് അപ്രത്യക്ഷനായത്? ആ സമയത്ത് അവർ കസ്റ്റംസിൽ ജോലി ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് ശിവശങ്കർ ഈ കേസിൽ ഇടപെട്ടത്? ഒരുപക്ഷെ അതാണല്ലോ, യാദൃശ്ചികതയായിരിക്കാമെങ്കിൽ പോലും ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമാകുന്ന ഒരു കാര്യം. ഗോപി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇതൊരു യാദൃച്ഛികതയാകാം. എന്നാലും വളരെ പ്രധാനപ്പെട്ട ചില നിഗമനങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളാണ്. കാരണം ഇവർ കസ്റ്റംസിൽ പ്രിവെന്റീവ് ഓഫീസറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 2003 ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്. ഉപരിപഠനത്തിനായി പോകുന്നു. ഉപരിപഠനത്തിനായി പോയി ഈ 2003 വർഷമാണ് ഇതിൽ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ കോഴ്സ് ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ 2006 തിരിച്ചെത്തേണ്ടതായിരുന്നു. എന്നാൽ 2006 തിരിച്ചെത്തിയില്ല എന്ന് മാത്രമല്ല, ഇവർക്കെതിരെ ചില വ്യാപകമായ പരാതികൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികൾ ഉൾപ്പെടെ ഉയർത്തുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനം, ഇവിടുത്തെ ഫണ്ട് വാങ്ങി വിദേശത്ത് പഠിക്കാൻ പോയതിനു ശേഷം അവിടെ ഈ കരാറുകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഒരു നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇതിനെതിരെയുള്ള പരാതികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വരികയും ഒക്കെ ചെയ്തതാണ്. ഇത്തരത്തിലുള്ള പരാതികൾ വ്യാപകമാകുമ്പോഴും ഇവർക്കെതിരെ അന്വേഷണം നടത്താനായിട്ട് അന്ന് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. മാത്രമല്ല, ഇവർ പിന്നീട് തിരിച്ചു വരുന്നത് 2011 ഈ തിരിച്ചു വരുന്ന സമയത്തും കസ്റ്റംസിന്റെ ഒരു NOC ഇവർക്ക് ലഭിച്ചിരുന്നു. ഈ NOC വെച്ചിട്ടാണ് കേരള സ്പോർട്സ് കൗൺസിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായി ഇവർ ചുമതലയേൽക്കുന്നത്. ഈ സമയത്താണ് ഇവർക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിയമ നടപടികളിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള സ്പോർട്സ് കൗൺസിലിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി സ്പോർട്സ് സെക്രട്ടറി തന്നെ ഇവർക്ക് നിയമനം നൽകുന്നതും. ഗോപി, ശരി ഗിരീഷ്, അതായത് കരാർ ലംഘനം നടത്തി അതിന്റെ നിയമ നടപടികളിലേക്ക് കേരള സ്പോർട്സ് കൗൺസിൽ കടക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് എം ശിവശങ്കരൻ എന്ന കായിക യുവജന ക്ഷേമ വകുപ്പിന്റെ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിന്റെ ഇടപെടലിലൂടെ തിരികെ സ്പോർട്സ് കൗൺസിലിലേക്ക് വരാൻ അവർക്ക് വഴി തുറക്കുന്നത് എന്നതാണല്ലോ ഈ കേസിലെ പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഗിരീഷ് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഒരുപക്ഷെ വ്യക്തത വരുത്തേണ്ട ഒരു ഭാഗമാണ് ഈ സമയത്ത് അവർ കസ്റ്റംസിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്തുകൊണ്ട് അവർ തിരികെ സ്പോർട്സ് കൗൺസിലിൽ കൃത്യസമയത്ത് ജോയിൻ ചെയ്തില്ല? അതായത് 2003 പഠനത്തിന് പോയി, 3 വർഷത്തെ പഠനം കഴിഞ്ഞ് 2007 അവർ തിരികെ അസിസ്റ്റന്റ് സെക്രട്ടറി ടെക്നിക്കലായി കേരള സ്പോർട്സ് കൗൺസിലിൽ ജോയിൻ ചെയ്യേണ്ടതായിരുന്നു. അതുണ്ടായില്ല. അവർക്ക് നിരവധി റിമൈൻഡറുകൾ അയച്ചു, അതിന് മറുപടി ഉണ്ടായില്ല. മാത്രമല്ല, ഈ തുക പാഴാക്കി കളഞ്ഞതിന്റെ പേരിൽ ആ തുക തിരികെ പിടിക്കുന്നതിന് വേണ്ടി പലിശ സഹിതം ഏതാണ്ട് 24,90,000 രൂപ തിരികെ അടയ്ക്കണമെന്ന് സ്പോർട്സ് കൗൺസിൽ ആവശ്യപ്പെട്ടതാണ്. അതും അവർ ചെവിക്കൊണ്ടില്ല. പിന്നീട് ഒടുവിൽ റിക്കവറി നോട്ടീസ് അവർക്ക് അയച്ചു. അതിനും ശേഷമാണ് ശിവശങ്കറിന്റെ ഇടപെടലിലൂടെ തിരികെ അവർ എത്തുന്നത് എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് അവർ ഏതെങ്കിലും തരത്തിൽ എന്തുകൊണ്ട് അവർ ഇവിടെ വന്നില്ല എന്നതിനോ അതല്ലെങ്കിൽ അതേ സമയം തന്നെ പാരലലായി അവർ കസ്റ്റംസിൽ ജോലി ചെയ്യുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു?
ഗോപി, ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു അന്വേഷണം യഥാർത്ഥത്തിൽ നടന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വിദേശത്ത് ഉപരിപഠനത്തിന് പോവുകയും ഇതിനുശേഷം സർക്കാരുമായി എന്ന് പറയുമ്പോൾ സ്പോർട്സ് കൗൺസിലുമായി ഉണ്ടാക്കിയ കരാർ വ്യവസ്ഥകളെല്ലാം ലംഘിക്കുകയും ചെയ്തിട്ടും ഇത്തരത്തിൽ ഒരു അന്വേഷണം പിന്നീട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു അന്വേഷണം ഉണ്ടായില്ല എന്നുള്ളതും ഏറെ പ്രാധാന്യമറിയിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിന് മറുപടി പറയേണ്ടത് കേരള സ്പോർട്സ് കൗൺസിൽ തന്നെയാണ്. കാരണം 2011 ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ച സ്പോർട്സ് കൗൺസിൽ പിന്നീട് ഈ തീരുമാനം മാറ്റുന്നു. ഇതിൽ കായിക സെക്രട്ടറി ഗിരീഷ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, കേരളത്തിലെ കായിക താരമായ ബോബി അലോഷ്യസിന് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും നൽകിയ ഫണ്ടിൽ തിരിമറി നടത്തിയ കേസിൽ അതിൻ്റെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ അവർക്ക് തിരികെ കേരള സ്പോർട്സ് കൗൺസിലിൽ തിരികെ എത്താൻ വേണ്ടി വഴിവിട്ട സഹായം അന്ന് കായിക യുവജനക്ഷേമ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന, ഇപ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്ന മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ ഭാഗത്തു നിന്നും ഒരു വഴിവിട്ട സഹായം ഉണ്ടായിരുന്നു എന്നതാണ് രേഖകൾ സഹിതം വി എ ഗിരീഷ്, ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ കായിക രംഗത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി കേരളത്തിലെ അത്ലറ്റുകളെ വിദേശ പഠനത്തിന്റെ സഹായത്തോടു കൂടി കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ഒരു പദ്ധതി കൂടി ഈ സന്ദർഭത്തിൽ അട്ടിമറിക്കപ്പെടുകയായിരുന്നു. ബോബി അലോഷ്യസിന് സർക്കാർ ഫണ്ട് തിരിമറി നടത്തുകയും അതിനൊത്താശ ചെയ്തു കൊടുക്കുകയും തിരികെ എത്താൻ വേണ്ടി സഹായിക്കുകയും പുറത്തുനിന്ന് പലതരത്തിലുള്ള പിന്തുണയും അവർക്ക് കിട്ടിയിരുന്നു എന്നുമാണ് ഈ രേഖകളിൽ നിന്ന് വ്യക്തമാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾ വരേണ്ടതായിരുന്നു. വിജിലൻസിന്റെ അന്വേഷണം ഇതിൽ നടത്തിയതാണ്. ആ കാര്യത്തിന്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ആർ രാധാകൃഷ്ണൻ, ഞങ്ങളുടെ പ്രതിനിധി, ഈ വാർത്തയുടെ മറ്റു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആർക്കെ, പ്രകടമായി തന്നെ കരാർ ലംഘനം നടന്നിട്ടുണ്ട്. അത് കേരള സ്പോർട്സ് കൗൺസിൽ നൽകിയിട്ടുള്ള 15 ലക്ഷത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, കേന്ദ്ര സംസ്ഥാനത്തിന്റെ ഫണ്ടായ 30 ലക്ഷത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. അങ്ങനെ ഏതാണ്ട് 34 ലക്ഷം, അങ്ങനെ ഏതാണ്ട് 49 ലക്ഷം രൂപ അവർ ദുർവിനിയോഗം ചെയ്തു എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പരാതി ആ സന്ദർഭത്തിൽ വന്നിരുന്നു. പക്ഷേ വേണ്ടത്ര ശക്തമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടായില്ലല്ലോ. CBI അന്വേഷണത്തിലേക്ക് വരെ കാര്യങ്ങൾ ചെന്നെത്തിയിട്ടും അത് ഏതൊക്കെയോ സ്വാധീനങ്ങൾ കൊണ്ട് തടയപ്പെട്ടു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഈ പുതിയ വിവരങ്ങൾ, എം ശിവശങ്കറിന്റെ ഇടപെടൽ കൂടി വ്യക്തമാകുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആർക്ക് ഡൽഹിയിൽ നിന്ന് എന്തെല്ലാമാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? ഗോപി, ഈ ഫയലുകൾ വളരെ കൃത്യമായി കഥ പറയുന്ന ഫയലുകളാണ്. കാരണം ഈ ഫയലുകൾ വിശദീകരിക്കുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രവൃത്തി നിശ്ചയിക്കുന്നത് നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളുമാണ്. നിലവിലുള്ള നിയമവും ചട്ടവും അനുസരിച്ച് അഴിമതി നടത്തിയ ഒരാളെ ഉദ്യോഗസ്ഥയായി തിരികെ അതേ സ്ഥാനത്തേക്ക് വീണ്ടും പ്രവേശിപ്പിക്കണമെങ്കിൽ അവർ കോടതിയുടെ അനുമതി നേടിയിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് ക്ലീൻ ചിറ്റ് ലഭിച്ചിരിക്കണം. ബോബി അലോഷ്യസ് എന്ന കായിക താരം കേരളത്തിൽ നിന്നും പരിശീലനത്തിന് പോയി കരാർ ലംഘിച്ചത് വഴി അവിടെ എത്തി, ഇംഗ്ലണ്ടിലെത്തി. അവിടെ സ്വകാര്യ റിക്രൂട്ട്മെന്റ് സ്ഥാപനം, മനുഷ്യക്കടത്ത് അടക്കമുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്ന വിധത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ട ഒരു ഉദ്യോഗസ്ഥ തിരികെ സർവീസിലേക്ക് വരുമ്പോൾ അവരെ സംബന്ധിച്ച് ആ സർവീസിൽ പ്രവേശിപ്പിക്കണമെങ്കിൽ കേവലം ഒരു സെക്രട്ടറി അല്ലെങ്കിൽ ശിവശങ്കറിനെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രം തീരുമാനിക്കേണ്ട ഒരു വിഷയമല്ല. ആദ്യത്തെ വിഷയം അവിടെയാണ്. കാരണം അവർക്കെതിരെ ലഭിച്ച പരാതികളുടെ എണ്ണം വളരെ വലുതാണ്. എണ്ണം ഏതാണ്ട് 100-നടുത്ത് വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള പരാതികൾ ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ, സാമ്പത്തിക തട്ടിപ്പടക്കം ആരോപണ വിധേയമായിരിക്കുന്ന സാഹചര്യത്തിൽ, മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥ സർവീസിലേക്ക് എത്തുമ്പോൾ അവരെ പട്ടുമെത്തയിട്ട് വിളിച്ച് ഓഫീസിലേക്ക് കയറ്റാൻ ഒരു ഓഫീസ് നടപടിക്രമങ്ങളും പറയുന്നില്ല. മറിച്ച് അവർക്കെതിരെയുള്ള അന്വേഷണത്തിലെ ഏതൊക്കെ ഭാഗങ്ങളാണ് അനുസരിച്ച് ഇവരെ എടുക്കാം, അല്ലെങ്കിൽ ഇവർക്കെതിരെ ഏതൊക്കെ നടപടി സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ച വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തേടുകയാണ് ആ സെക്രട്ടറി ചെയ്യേണ്ടിയിരുന്നത്. ഇതിന് പകരം ഈ സെക്രട്ടറി ചെയ്തത് വന്ന ഉദ്യോഗസ്ഥയെ അവർ അതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ട് പുനർനിയമനം നൽകി എന്നതാണ്. ഒരു അഴിമതി നടത്തിയ ഒരാൾക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം അയാളെ ആ സ്ഥാനത്തേക്ക് ഒരു താക്കീതുമില്ലാതെ വിളിച്ചു കയറ്റി ഇരുത്തി വീണ്ടും പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നു എന്നുള്ളതാണ് ശിവശങ്കരൻ ചെയ്ത തെറ്റ്. നമുക്കറിയാം, ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യാൻ സാധിക്കും
സാധിക്കുമോ എന്ന ചോദ്യം. എന്തുകൊണ്ടാണ് ശിവശങ്കരൻ ഈ വിധത്തിൽ പ്രവർത്തിച്ചത് എന്നതിന് ഉള്ള ഉത്തരം കഴിഞ്ഞ ദിവസങ്ങളിൽ ശിവശങ്കരൻ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഈ വ്യക്തികൾക്ക് കുടുംബപരമായിട്ട് ബോബി അലോഷ്യസുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ചും ഉള്ള വിവരങ്ങൾ നിലനിൽക്കുമ്പോൾ അത് വളരെ വ്യക്തമാണ്. ഇവിടെ ബോബി അലോഷ്യസ് നടത്തിയ ചട്ടലംഘനങ്ങളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ അവർ തിരികെ 2015 സർവീസിലേക്ക് തിരികെ എത്തുന്ന ഘട്ടത്തിൽ 16 ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപം ഉണ്ടാകുന്നു. ആക്ഷേപം പരിശോധനാ വിധേയമാകുമ്പോൾ അത് വിജിലൻസിന് കൈമാറാൻ തീരുമാനിക്കുന്നു. വിജിലൻസ് ആയി മാറുന്നത് അവിടെ ശിവശങ്കരനാണ് എന്നതാണ് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് വിജിലൻസ് അന്വേഷണം ഏത് ഘട്ടത്തിൽ നടന്നു, അവിടെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അത് ആവശ്യപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്, ആ കാലത്ത് എന്താണ് ഈ കേസിൽ ഉണ്ടായിരുന്ന ദുരൂഹതകൾ, ഏത് തരത്തിലുള്ള ഇടപെടലാണ് കേരള സ്പോർട്സ് കൗൺസിൽ ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈ കാര്യത്തിൽ കേരള സ്പോർട്സ് കൗൺസിലിലെ മുൻ അംഗമായിരുന്ന ശ്രീ സലിം പി ചാക്കോ. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും അദ്ദേഹത്തിന് അറിയാമായിരിക്കും. അദ്ദേഹം ഈ സന്ദർഭത്തിൽ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ഉണ്ട് പ്രതികരിക്കാനായി. ശ്രീ സലിം പി ചാക്കോ, 24 റിപ്പോർട്ട് ചെയ്ത ഈ വാർത്ത താങ്കൾ ശ്രദ്ധിച്ചല്ലോ. 2003 പഠനാവശ്യങ്ങൾക്ക് വേണ്ടി വിദേശത്ത് പോയ ബോബി അലോഷ്യസ്, അവർ പഠനാവശ്യത്തിന് പോയി എന്നതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് എന്തിനാണ് പഠനാവശ്യത്തിന് അവരെ അയച്ചതെന്നുള്ളത്. കേരളത്തിലെ അത്ലറ്റുകളുടെ വികസനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുക എന്നതായിരുന്നു അവരെ വിദേശത്ത് പഠിക്കാൻ അയച്ചപ്പോൾ സംസ്ഥാന സർക്കാർ ഉദ്ദേശിച്ചെന്ന് കേരള സ്പോർട്സ് കൗൺസിൽ ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു ഫലവും ഒരു ഗുണവും ഇതുകൊണ്ട് കേരള സ്പോർട്സ് കൗൺസിലിന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവർക്ക് നൽകിയ പണം ദുർവിനിയോഗം ചെയ്യപ്പെട്ടു എന്ന് നിങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. നിങ്ങൾ വിജിലൻസ് അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടു, നിങ്ങൾ തെളിവുകൾ സഹിതം നിരന്തരം പരാതിപ്പെട്ടു. എന്നിട്ടും ഇതിൽ കാര്യമായ അന്വേഷണം നടന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെയാണ് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടത്. എവിടെയാണ് എം ശിവശങ്കർ എന്ന അന്നത്തെ കായിക യുവജന ക്ഷേമ വകുപ്പ് സെക്രട്ടറിയുടെ ഇടപെടലുണ്ടായത്? ഈ ഫയലുകൾ പരിശോധിച്ചപ്പോഴാണ് നമുക്ക് ഇത് മനസ്സിലാകുന്നത്. അന്നത്തെ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ ഒന്നും ഈ കാര്യത്തിൽ യാതൊരു താല്പര്യവും എടുത്തിരുന്നില്ല. കാരണം അതിനു മുമ്പുള്ള സ്പോർട്സ് കൗൺസിലിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വക്കീലിനെ വെച്ചിട്ട് വക്കീൽ നോട്ടീസ് അയക്കാനടക്കം തീരുമാനിച്ചിരുന്ന അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ നൽകിയിട്ടുള്ള 15 ലക്ഷവും തുടർന്നുള്ള പലിശയും സഹിതം 24,90,000 രൂപ പലിശ സഹിതം തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടി ലീഗൽ ഒപ്പീനിയൻ തേടിയിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ആ ലീഗൽ ഒപ്പീനിയന് വേണ്ടി അന്ന് ചുമതലപ്പെടുത്തിയ വക്കീൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ ഇമെയിലിലെ അഡ്രസ്സിലേക്ക് ലീഗൽ ഒപ്പീനിയൻ ഈ തരത്തിൽ നീങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയ നോട്ട് ഓൾറെഡി സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ മെയിലിൽ വന്നിട്ടുണ്ട്. അതിന്റെ കോപ്പി എന്റെ കൈവശമുണ്ട്. അല്ല ശ്രീ സലിം പി ചാക്കോ, അന്ന് കിട്ടിയ നിയമോപദേശം എന്തായിരുന്നു? 24,90,000 രൂപ തിരികെ പിടിക്കണമെന്ന പലിശ സഹിതം. അതായത് 2003 പോവുകയും 2007 തിരിച്ചു വന്ന് നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഹൈജംപ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ സംസ്ഥാനത്തിന്റെ കായിക വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടിയിരുന്ന വ്യക്തി 2007 തിരിച്ചു വരികയോ തിരിച്ച് അണ്ടർ സെക്രട്ടറിയായി അല്ലെ ടെക്നിക്കൽ സെക്രട്ടറിയായി വന്ന് ജോയിൻ ചെയ്ത് 14 ജില്ലകളിലെ പ്രവർത്തനം നടത്തണം എന്നായിരുന്നു എഗ്രിമെന്റ്. അത് 2007 ശേഷം തൊട്ട് ഇങ്ങോട്ട് 2008 മുതൽ നിരവധി തവണ നോട്ടീസ് അയക്കുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ എത്തണമെന്നുള്ള പേപ്പറുകളും എല്ലാം അയച്ചിട്ടും യാതൊരു നടപടിയും ശ്രീമതി ബോബി അലോഷ്യസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാത്തതിനെ തുടർന്നാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് ലീഗൽ ഒപ്പീനിയൻ തേടുകയും അതിനായി അഡ്വക്കേറ്റിനെ ചുമതലപ്പെടുത്തുകയും ആ അഡ്വക്കേറ്റ് പലിശ സഹിതം 24,90,000 രൂപ 25 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ബോബി അലോഷ്യസിന്റെയും ഈടാക്കണം എന്നുള്ള ലീഗൽ ഒപ്പീനിയൻ കേരള സ്പോർട്സ് കൗൺസിൽ ജിമെയിലിൽ അദ്ദേഹം നൽകിയിട്ടുള്ളതാണ്. അതിന്റെ കോപ്പി എന്റെ കൈവശമുണ്ട്.
അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരി അത്തരമിരിക്കുന്ന ശരി ശരി സലീം പി ചാക്കോ, ഇനി കാലയളവിലാണ് അതിനിടയിൽ ഒരു സംശയം. അതായത് 2003 ഇവർ വിദേശത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ അവരെ വിദേശത്തേക്ക് വിടുന്നതിന് പിന്നിൽ കേരള സ്പോർട്സ് കൗൺസിലിന് വ്യക്തമായ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. അതിന്റെ ഒന്നും ഗുണം സ്പോർട്സ് കൗൺസിലിനോ കേരളത്തിലെ കായിക രംഗത്തിനോ കിട്ടിയില്ല എന്നിരിക്കട്ടെ. പക്ഷേ അതിനോടൊപ്പം തന്നെ അവർ ഈ കോഴ്സ് പാസ്സായി ആണോ തിരികെ വന്നത്? അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കിയോ? ആ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പോലെയുള്ളതാണ് ഹാജരാക്കിയിട്ടുള്ളത്. അത് ആ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചും വ്യക്തതയില്ല. അങ്ങനെ അതുകൂടെ അത് പിന്നീട് വന്ന കമ്മിറ്റികൾ അത് പരിശോധിക്കേണ്ടിയിരുന്നു. പക്ഷെ അവര് ഈ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയും പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ആ കാലയളവിൽ സെക്രട്ടറി ആയിരുന്ന കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി എം ശിവശങ്കർ IAS സ്വാധീനിച്ചുകൊണ്ട് പുതിയ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിനെ യഥാർത്ഥത്തിൽ വെട്ടിലാക്കുകയാണ് ബോബി അലോഷ്യസും ഈ എം ശിവശങ്കറും കൂടെ ചേർന്ന് ചെയ്തിട്ടുള്ളത്. അതായത് ഈ 15 ലക്ഷം രൂപ വാങ്ങി വിദേശ പഠനത്തിന് പോയ ബോബി അലോഷ്യസിനെ കുറിച്ച് അവർ ഈ ട്രെയിനിങ് പൂർത്തിയാക്കി എന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അവർ തിരികെ വന്ന് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈജമ്പ് ഉൾപ്പെടെ കേരളത്തിലെ കായിക രംഗത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഭാവന നൽകുന്ന കാര്യത്തിലോ അവരെ വളർത്തിയെടുക്കാൻ വേണ്ടി അവർ പഠിച്ച പാഠങ്ങൾ വിനിയോഗിക്കുന്ന കാര്യത്തിലോ ഒന്നും ഒരു ഫലവും ഉണ്ടായില്ല എന്നർത്ഥം. ഉണ്ടായില്ല. അതിന് പകരമായി ഒരു പോസ്റ്റിലേക്ക് അപ്പം പുതിയ തെരഞ്ഞെടുപ്പ് വന്നു, ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നു, പുതിയ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അധികാരത്തിൽ വരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥനായി എം ശിവശങ്കർ തുടരുകയാണ്. അദ്ദേഹത്തെ കണ്ട് സ്വാധീനിച്ചിട്ടായിരിക്കാമല്ലോ, അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ തന്നെയാണ് വീണ്ടും ആ സമയത്ത് ശ്രീമതി ബോബി അലോഷ്യസ് ആ സമയത്ത് കസ്റ്റംസിൽ ജോലി ചെയ്യുന്നുണ്ടോ? അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ സലീം പി ചാക്കോ, താങ്കൾ ഈ വിവരങ്ങൾ നൽകിയതിന്. ഈ സന്ദർഭത്തിൽ താങ്കൾ നൽകിയ വിവരങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ഞങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ വാർത്തയ്ക്കൊരു സാധൂകരണം കൂടിയാണ്. കാരണം അന്നത്തെ കേരള സ്പോർട്സ് കൗൺസിലിൽ അംഗമായിരുന്ന താങ്കളുടെ കയ്യിൽ ഈ രേഖകളും ഡോക്യുമെന്റ്സും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞതും അതോടൊപ്പം തന്നെ അന്ന് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് താങ്കൾ വിശദീകരിക്കുകയും ചെയ്തു. ബോബി അലോഷ്യസിന് തിരികെ കേരള സ്പോർട്സ് കൗൺസിലിലേക്ക് വരാൻ ഇടവരുത്തിയത് എം ശിവശങ്കർ എന്ന അന്നത്തെ കായിക യുവജനക്ഷേമ വകുപ്പ് സെക്രട്ടറി ആയിരുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് ബോബി അലോഷ്യസ് കസ്റ്റംസിൽ ഉദ്യോഗസ്ഥയായിരുന്നു എന്നതും വളരെ പ്രസക്തമായ കാര്യമാണ്. ഈ സന്ദർഭത്തിൽ ബോബി അലോഷ്യസ് ഏതാണ്ട് 49 ലക്ഷം രൂപ ഇതിനായി അവർക്ക് വിദേശത്തെ ട്രെയിനിങ്ങിന് വേണ്ടി നൽകിയിരുന്നു. അതിന് ഒരു ഗുണവും കേരളത്തിലെ കായിക രംഗത്തിന് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഈ കോഴ്സ് പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ പോലും സംശയങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ വേണമെന്ന ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ VA ഗിരീഷ് തിരുവനന്തപുരത്തും ഡൽഹിയിൽ രാധാകൃഷ്ണനുമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.